അതിൻ്റെ സൂചന എന്ന് പറയുന്നത് CPM താഴോട്ട് തന്നെയാണ്. സ്വന്തം തട്ടകത്തിൽ നിന്ന് തെക്കോട്ട് വന്ന് മത്സരിക്കാൻ പക്ഷേ കണ്ണൂരിൻ്റെ പല നേതാക്കൾ ഇതുവരെ ധൈര്യപ്പെട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതെ, ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയ. നമസ്കാരം. ABC ന്യൂസിന്റെ മണ്ഡലം പര്യടനം ഇന്ന് കണ്ണൂരിലാണ്. കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലമാണ്. തളിപ്പറമ്പ് മണ്ഡലം കേരളത്തിലെ ശ്രദ്ധേയമായ മണ്ഡലമായി തീരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാരണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ജയിച്ച മണ്ഡലം എന്ന നിലയിലാണ് അതിൻ്റെ പ്രാധാന്യം. ഈ തളിപ്പറമ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ കണക്കുകളെക്കുറിച്ച് തീർച്ചയായിട്ടും ABC വിശകലനം ചെയ്യും. ഞങ്ങളോടൊപ്പം മുതിർന്ന സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായിട്ടുള്ള NM പിയേഴ്സൺ സാറുണ്ട്. ഒപ്പം ഞങ്ങളല്ല പ്രവചിക്കുന്നത്, വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് ഞങ്ങളാണ്, പ്രവചിക്കേണ്ടത് ജനങ്ങളാണ്. പ്രേക്ഷകരായ നിങ്ങൾക്ക് പ്രവചിക്കാൻ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രവചിക്കാം LDFനാണോ UDFനാണോ NDAയ്ക്കാണോ തളിപ്പറമ്പിൽ പ്രാധാന്യമെന്ന്. ഉറപ്പായും പ്രവചിക്കുക, മറക്കരുത്. ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് സാർ, അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ ഒരു പാർലമെൻറ്റ് ചരിത്രത്തിൽ ആ മത്സരങ്ങളുടെ ഒരു പട്ടിക ഞാൻ വായിക്കാം. 1957 മുതലുള്ളതാണ് വായിക്കുന്നത്. 57 MK ജനചന്ദ്രൻ ഇന്ത്യൻ കോൺഗ്രസ്, 1962 SK പൊറ്റക്കാട് ഇൻഡിപെൻഡൻ്റ് ആയി പാർലമെൻറ്റിൽ എന്ന് വെച്ചാൽ കണ്ണൂർ അതിനുള്ളിലാണ് തളിപ്പറമ്പ് വരുന്നത്. അതുകൊണ്ടാണ് കണ്ണൂർ വായിക്കുന്നത്. 1967 പാട്യം ഗോപാലൻ CPM, 1971 CK ചന്ദ്രപ്പൻ CPM, വീണ്ടും 1977 CK ചന്ദ്രപ്പൻ, 1980 K കുഞ്ഞാമ്പു INC, 1984, 89, 91, 96, 98 മുല്ലപ്പള്ളി രാമൻ. മുല്ലപ്പള്ളിയുടെ തേരോട്ടാണ്. 1999 2004 AP അബ്ദുള്ളക്കുട്ടി, 2009 K സുധാകരൻ, 2014 PK ശ്രീമതി, 2019, 2024 K സുധാകരൻ. ഇതാണ് ആ ഒരു പട്ടിക. ഇനി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തളിപ്പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നിയമസഭ പൊതുവെ തളിപ്പറമ്പിൻ്റെ ഒരു പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? തളിപ്പറമ്പ് ഒരു ഇടതുപക്ഷ നിയോജക മണ്ഡലം എന്ന നിലക്ക് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി പോരുന്നത്. അതൊരു തുടർച്ചയാണ് ശരിക്കും. ഒരു പ്രാവശ്യം മറ്റോ ആണ് അവിടെ ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും മാത്രമാണ്. ഏത് വർഷമാണ് അത്? അതെ, അത് ഒരു CP ഗോവിന്ദൻ നമ്പ്യാരാണ് 1970. മറ്റെല്ലാം CPM ആണ്. ആ ലിസ്റ്റ് നോക്കിയാൽ ഇതപര്യന്തം CPM മാത്രമേ. CPMന്റെ ഒരു കോട്ട, ചെങ്കോട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ തളിപ്പറമ്പ്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അവിടെ പിറകിൽ പോയില്ലെങ്കിൽ താഴെ പോയി. അവിടെ UDF മുന്നിലേക്ക് വന്നു. വലിയ ചരിത്രമാണല്ലോ അല്ലേ? അത് വലിയ ചരിത്രമാണ് ശരിക്കും. അതായത് ഒരു ചരിത്ര മാറ്റത്തിൻ്റെ സൂചന നൽകുന്ന ഒന്നാണ്. ഈ ഗോവിന്ദൻ നമ്പ്യാർ ജയിച്ചത് പോലും നേരിയ ഭൂരിപക്ഷത്തിനാണ്. അതെ, 900 വോട്ടിൻ്റെ. അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ സൂചന എന്ന് പറയുന്നത് CPM താഴോട്ട് തന്നെയാണ്. അതെ, തളിപ്പറമ്പിൽ പോലും CPM പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളത്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ നിയോജക മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം വേണ്ടി 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ജെയിംസ് മാത്യു ആണ്. 40,000 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. തീർച്ചയായും കൃത്യമായിട്ട് അതിൽ കൂടുതൽ വോട്ടുണ്ട്. ഞാൻ 40,000. അതെ, 40,617. ആ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിയമസഭയിലെ കണക്ക് നോക്കാം. നിയമസഭയിലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. CPMന്റെ ഇളകാത്ത മണ്ഡലമാണ്, ഒരു കാലത്തും ഇളകാത്ത മണ്ഡലമാണ്. പക്ഷേ ഗണ്യമായൊരു വ്യത്യാസം ജെയിംസ് മാത്യുവിൽ നിന്ന് MV ഗോവിന്ദൻ മാഷിലേക്ക് വന്നപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അറിയപ്പെടുന്ന സൈദ്ധാന്തികനാണ്. എങ്കിൽ പോലും MV ഗോവിന്ദൻ മാഷുടെ ജനപ്രിയതയിൽ, ജനകീയ അടിത്തറയിൽ വലിയ ഇടിച്ചിൽ തട്ടിയതായിട്ട് കാണാൻ പറ്റും 2 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ജെയിംസ് മാത്യു ജയിക്കുന്നത് സാറ് പറഞ്ഞ പോലെ 40,617 വോട്ടിന് ലീഡിനാണ്. MV ഗോവിന്ദൻ മാഷ് എല്ലാവരും വലിയ മെജോറിറ്റിയിൽ ജയിച്ചു വന്ന തെരഞ്ഞെടുപ്പിൽ പോലും MV ഗോവിന്ദൻ മാഷ് ജയിക്കുന്ന 22,000 വോട്ടിനാണ്, 22,689. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഈ കൊട്ടിഘോഷിക്കുന്ന മട്ടിൽ സ്വന്തം നാട്ടുകാർക്ക് സ്വീകാര്യനല്ല എന്ന് കാണിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ്. പക്ഷേ തീർച്ചയായിട്ടും ബാക്കി പാറ്റേണുകൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ ജെയിംസ് മാത്യുവിന് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ഏതാണ്ട് 56.9%. മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ
ആലോചിച്ച് നോക്കൂ, 57% വോട്ടും നേടിയത് ജെയിംസ് മാത്യു ആണ്. 40,617 ആയിരുന്നു ലീഡ്. ഈ കേരള കോൺഗ്രസിന്റെ ഒരു കാരണം അതാകാം. കേരള കോൺഗ്രസിന്റെ ഒരു രാജേഷ് നമ്പ്യാരായിരുന്നു അന്നത്തെ എതിർ സ്ഥാനാർത്ഥി ജെയിംസ് മാത്യുവിന്റെ, അതൊരു ഘടകമാകാം. 2, അടുത്ത തെരഞ്ഞെടുപ്പിൽ എം വി ഗോവിന്ദൻ മാഷാണ് 2021 ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ എം വി ഗോവിന്ദൻ മാഷാണ് മത്സരിച്ചത്. ഗോവിന്ദൻ മാഷയുടെ ലീഡ്, ഗോവിന്ദൻ മാഷക്ക് മൊത്തം പോൾ ചെയ്ത വോട്ട് തന്നെ കുറഞ്ഞുപോയി. ജെയിംസ് മാത്യുവിന് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 57% വോട്ട് കിട്ടിയിരുന്നു. ഗോവിന്ദൻ മാഷക്ക് അത് 52% കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ 5% വോട്ട് തന്നെ CPM-ന്റെ പാനൽ വോട്ടിൽ തന്നെ കുറവ് വന്നു ഗോവിന്ദൻ മാഷക്ക്. അതുകൊണ്ട് തന്നെ ലീഡ് 22,000 22,689 ആയിട്ട് ചുരുങ്ങി. അതുമാത്രമല്ല, താരതമ്യേന ദുർബലനും അറിയപ്പെടാത്ത ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് എന്ന കോൺഗ്രസ് നേതാവാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. എന്നിട്ടും UDF നില വലിയ തോതിൽ മെച്ചപ്പെടുത്തി. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 2016 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പാനൽ വോട്ട് 50,000 ആണ്, 50,489 കേരള കോൺഗ്രസ് നേതാവ് മത്സരിക്കുമ്പോൾ. എന്നാൽ ഈ അബ്ദുൾ റഷീദ് എന്ന കോൺഗ്രസ് നേതാവ്, പ്രാദേശിക കോൺഗ്രസ് നേതാവ് മത്സരിച്ചപ്പോൾ അത് 70,181 ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റി. ഗോവിന്ദൻ മാഷോട് മത്സരിച്ചതിൻ്റെ ഒരു ഗുണമാണത് എന്ന് കാണണം. പിന്നെ ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയണം, ബി ജെ പിയുടെ നില പരുങ്ങലിലാണ്. BJP വോട്ട് എവിടെ പോകുന്നു എന്ന് മാത്രമല്ല, BJP വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജെയിംസ് മാത്യു മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് 15,000 വോട്ട്, 14,742 പാനൽ വോട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഗോവിന്ദൻ മാഷ് മത്സരിച്ചപ്പോൾ 1000 വോട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ. 13,058 വോട്ട് BJPക്ക് ഉണ്ട്. BJP നില ഒട്ടും മെച്ചപ്പെടുത്തിയിട്ടില്ല. തളിപ്പറമ്പാണെന്ന് ഓർക്കണം, കണ്ണൂരാണെന്ന് ഓർക്കണം. മുഖാമുഖം ഇവർ CPM-ഉം RSS-ഉം തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്ന ഭൂമിയാണ്. എന്നിട്ടും അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് കാണുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പലപ്പോഴും പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും BJP ലീഡ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിണറായി വിജയന്റെ ബൂത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. തളിപ്പറമ്പിൽ അതൊട്ടും കാണുന്നില്ല. ഇത്രയുമാണ് തളിപ്പറമ്പിലെ ഒരു ചിത്രം. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. 73,000-ൽ പരം വോട്ടുകൾ UDF-ന് അനുകൂലമായിട്ടുണ്ട്. 73,000-ൽ പരം വോട്ടുകളാണ്. 70,000-ഓളം വോട്ടുകൾ ആണ് LDF-ന്. അവിടെ LDF തൊട്ട് പിന്നിലാണ്. LDF-ന് 2,000 വോട്ട് കുറഞ്ഞു, UDF-ന് 3,000 വോട്ട് കൂടുകയും ചെയ്തു അല്ലേ? ഇത്രയേ ഇപ്പോൾ UDF-ന് 73,000 എന്ന് പറഞ്ഞാൽ അവർക്ക് നിയമസഭയിൽ കിട്ടിയത് 70,000 ആണ്, അവർക്ക് 73,000 ആയി. UDF വോട്ട് കൂടിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട് അർത്ഥം അല്ലെ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDF-ന്റെ നില മെച്ചപ്പെടുകയും LDF-ന്റെ മോശമാവുകയും ചെയ്യും. നമ്മുടെ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി സാറിനോട് ചോദിക്കുകയാണ്. നമ്മുടെ 77-ൽ MV രാഘവൻ അവിടെ മത്സരിച്ചിട്ടുണ്ട്. 77-ൽ ഈ രാഘവൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തെക്കോട്ട് വന്ന് മത്സരിക്കാൻ പക്ഷേ കണ്ണൂരിൻ്റെ പല നേതാക്കളും ഇതുവരെ ധൈര്യപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മണ്ഡലത്തിലേക്ക് പുറത്ത് പോയ ഇപ്പോൾ ഐക്കാൻ്റണി മണ്ഡലത്തിൽ പുറത്തേക്ക് പോയിട്ടുണ്ട്, തിരുവനന്തപുരം തെക്ക് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, പല ആൾക്കാരും അങ്ങനെ വന്നിട്ടുണ്ട്. അതിലൊരാളാണ് MV രാഘവൻ. കഴക്കൂട്ടത്തേക്ക് പോകുന്നു, പല ഭാഗങ്ങളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് പോകേണ്ടത് ഒരു സാഹചര്യം. നമ്മുടെ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഒന്ന് പരാമർശിച്ച് പോകുന്ന ഒരു രീതിയും കൂടി നമ്മുടെ ഈ എപ്പിസോഡുകളിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എങ്ങനെ ഓർക്കുന്നു? അല്ലെ, MBR-ന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം CPM-ന്റെ അതിശക്തനായിട്ടുള്ള പോരാളിയായിരുന്നു. എല്ലാ രീതിയിലും സഹാക്കൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നൊരു കാലമായിരുന്നു. കാരണം MBR-ന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്, ഈ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം വണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ കൂടി ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ അദ്ദേഹം അവിടെ ഇറങ്ങി അതിലിടപെടും. അത്രമാത്രം ജനകീയ സ്വഭാവം പുലർത്തുന്ന ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അത് തന്നെയായിരുന്നു CPM-ൽ അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളിയും യഥാർത്ഥത്തിൽ ഈ ഒരു കഴിവായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ അല്ലേ പാപ്പിനിശ്ശേരി വിഷചികിത്സാലയം കത്തിച്ചതും കൂത്തുപറമ്പ് വെടിവെപ്പും ഒക്കെ പ്രധാനപ്പെട്ട ഒരു. പിന്നീട് കുറെ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം മരണാസന്നാവുന്ന സമയത്ത് CPM വീണ്ടും അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അത് കണ്ടു. പക്ഷേ MBR-ന്റെ ഒരു ഏറ്റവും വലിയ നഷ്ടം അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ സാർ എങ്ങനെ കാണുന്നു എനിക്കറിയില്ല. MBR-നെ വിറ്റ് വില വാങ്ങാൻ മോൻ വന്നു എന്നതാണ്. അത്തരം സങ്കടങ്ങൾ കേരളത്തിൽ അപൂർവം പേർക്കേ വന്നിട്ടുള്ളൂ. അതിലൊന്ന് മാണി സാറിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാണി സാറിൻ്റെ മോൻ വന്നു ചേർന്നു, ഇടതുപക്ഷത്ത് വന്നു. അതുപോലെ ഒന്നാണ് MV നികേഷ് കുമാർ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതും MBR-ന്റെ മോൻ. ഒരു പക്ഷേ CPM-ന്റെ ഫാസിസത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരയായ ആൾ MBR ആണല്ലോ. തീർച്ചയായിട്ടും അത്രമാത്രം സംഘർഷം നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും സംഘർഷാത്മകമായിട്ടുള്ളൊരു ജീവിതത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാല
അവസാനിക്കുമ്പോഴേ ഈ CPM അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നു. ഞങ്ങളൊക്കെ അതിനെ സ്വാഭാവികമായിട്ട് എതിർക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ ആ രീതിയിലേക്കൊക്കെ പോകുന്നതിനൊക്കെ എതിർത്ത ഒരാളാണ് ഞാൻ. കാരണം അത് CPM പ്രായച്ചിത്തമാണോ അതോ അക്കാലത്ത് MBR ദുർബലനായി പോയതുകൊണ്ടാണോ? അല്ല, അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗൗരിയമ്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അവസാനങ്ങളിലൊക്കെ അവരെ ഏറ്റെടുക്കാനായിട്ട് പാർട്ടി തയ്യാറാവുന്നു. പാർട്ടിക്ക് പക്ഷേ പറ്റുന്ന അബദ്ധങ്ങളാണ് ശരിക്കത്. അവരുമായിട്ടൊക്കെ ഉള്ള സംഘർഷങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തി പരിശോധിച്ച് ആ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. അതായിരുന്നു ശരി. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അടവ് നയമല്ലേ വാസ്തവത്തിൽ? ഒരു അടവ് നയത്തിനും ഒരു പ്രസക്തിയില്ല. മനുഷ്യനൊരു ധാർമ്മികതയല്ലേ രാഷ്ട്രീയമായിട്ട്, അതൊക്കെ നോക്കണ്ടേ. ഇവരെന്തുമാത്രമാണ് ഇവരെത്രമാത്രമാണ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത്, പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ ജീവൻ തന്നെ സമർപ്പിച്ചിരുന്നതാണ്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കണ്ണൂരിലെ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ ധാർമ്മികതയും അടവ് നയവും അല്ല, അസറ്റായിരുന്നു. കാരണം MBRന്റെ കയ്യിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത്. അത് പിടിച്ചെടുക്കാൻ വളരെ സമർത്ഥമായിട്ട് കഴിഞ്ഞു, എളുപ്പത്തിൽ സാധിച്ചല്ലോ. പിന്നീട് അത് സർക്കാർ ഏറ്റെടുത്തു എങ്കിൽ പോലും അന്നത് വലിയൊരു അസറ്റാണ്. MBR കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. സാർ എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയും ഏറ്റവും ഒടുവിൽ മരണാസന്നനായി കിടക്കുന്ന സമയങ്ങളിൽ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അത് കാപട്യം നിറഞ്ഞ മനസ്സെന്നുള്ള തരത്തിലാണ് ഞാനത് പറഞ്ഞത്. അതൊരു പാർട്ടിയുടെ അവസാന സമയത്തുള്ള ഒരു അടവ് നയം. പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ന്യായം നിരത്തണമല്ലോ ജനത്തിന് മുന്നിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ഈ പോക്ക് പോയാൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാഷ് തന്നെ വീണ്ടും മത്സരിക്കുമെങ്കിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആണോ? ധൈര്യം കാണിക്കൂല? അല്ല, ധൈര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം ഇടതുപക്ഷവും CPM കണക്കാക്കേണ്ടത്. കാരണം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി പാർട്ടി എങ്ങനെ ജയിപ്പിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലാണ് പാർട്ടിയുടെ സെക്രട്ടറി. ആണോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. സാർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ഒരു പിണറായി വിജയൻ നിലവിലുണ്ടോ? അല്ലേ, ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഇത് തോറ്റുപോയാൽ എന്ത് ചെയ്യും? സാറ് പറഞ്ഞു ഇന്ത്യയിൽ പിന്നെ CPM ഇല്ല. അല്ല, അങ്ങനെ ഒരു ഇവർ തോക്കുകയും ജയിക്കുന്നുള്ള രണ്ടാമത്തെ വിഷയം. അപ്പോൾ തോൽവിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നാലോചിക്കുമ്പോൾ ഇവർ ഗൗരവമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ തളിപ്പറമ്പിൽ ഗോവിന്ദ മാസ്റ്റർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും തളിപ്പറമ്പ് വളരെ വളരെ പിന്നെ നയിക്കുക എന്നതാണ് ചുമതല, എൻ്റെ ദൗത്യം. എങ്കിൽ അതുകൊണ്ട് തന്നെ തോറ്റു കിട്ടും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. MV ഗോവിന്ദൻ മാഷ് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നതെങ്കിൽ അത് വേറൊരു വിധിയാണ്. എന്തായാലും തളിപ്പറമ്പ് ഉയർത്തുന്ന കൗതുകങ്ങൾ വളരെ വലുതാണ്. കേരളത്തിലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളല്ല. സാധ്യതകളാണ് ഈ പറഞ്ഞു വെച്ചത്. പ്രവചിക്കേണ്ടത് പ്രേക്ഷകരാണ്. അവർക്ക് പ്രവചിക്കാം. കമൻറ്റ് ബോക്സിലേക്ക് കയറുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക. NDA, UDF, LDF ആർക്കാണ് വിജയസാധ്യതയെന്ന് എത്രയും വേഗം നിങ്ങൾക്ക് പ്രവചിക്കാം. വേഗമാകട്ടെ. ABCയുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നന്ദി. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.